ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയാനായി പോകുന്നത്. ഓർഡർ ബ്ലോക്കിൽ എങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഹെൽപ്ഫുൾ ആയിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറഞ്ഞു തരാനായി പോകുന്നത്. മിക്ക ആളുകളും ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കാറുണ്ട്, അത് ചിലപ്പോഴും വർക്ക് ചെയ്യാറില്ല. നമ്മൾ മാർക്കറ്റിൽ നോക്കിയാൽ മനസ്സിലാകും, നിരവധി ഓർഡർ ബ്ലോക്കുകളാണുള്ളത്. ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് നല്ല ഒരു ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കുന്നത്, വർക്കിംഗ് ആയിട്ടൊരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരാനായി പോകുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നിരവധി ഓർഡർ ബ്ലോക്കുകളുണ്ട്. അതിൽ ഇത്തരത്തിൽ നല്ല ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് മാർക്കറ്റിൻ്റെ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായി പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിളായിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയാൽ മാർക്കറ്റ് ഇത്തരത്തിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലോ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ, ഇത്തരത്തിലാണ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, പ്രീവിയസ് ആയിട്ടുള്ള ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. ഈ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഈ ലോ എല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോ നമ്മൾ കണ്ടുപിടിച്ച് മാർക്കറ്റ് എവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നോ, മാർക്കറ്റ് തിരിച്ചൊരു ഹയർ ഹൈ ഉണ്ടാക്കുന്നോ, അവിടെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുത്തിട്ട് സിമ്പിളായി പറഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുത്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുന്ന അവിടെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഹൈ നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത്ര മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വീണ്ടും വരുന്നു, ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുത്ത് ഇവിടെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാർക്കറ്റ് അടുത്തതായിട്ട് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനേ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോ കണ്ടുപിടിച്ച് ഈ ലോയിൽ നിന്ന് നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കാണുന്ന മാർക്കറ്റ് സ്ട്രക്ചറാണ്. മിക്ക ആൾക്കാരും ഇത്തരത്തിൽ സിമ്പിളായിരിക്കത്തില്ല മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ കാണുന്നത്. അപ്പോൾ യഥാർത്ഥ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. യഥാർത്ഥ മാർക്കറ്റ് സ്ട്രക്ചർ ഇത്തരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ മാർക്കറ്റിലോട്ട് വന്ന ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഹൈ ആണ് സ്വിങ് ഹൈ. ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് നമ്മളതിനെ പറയും. പ്രീവിയസ് ആയിട്ടുള്ള ഹൈയെ ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുക. ഇതാണ് എൻ്റെ ട്രേഡിംഗ് റേഞ്ചിൻ്റെ ലോ. ഓക്കെ, ഇതാണ് ലോ, ഇതാണ് ഹൈ, ഈ ലോ ഹൈ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുക. എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ 50% റേഞ്ച്, അതായത് ഡിസ്കൗണ്ടിൽ വരാനായിട്ട് പ്രൈസ് വെയിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ മുകളിൽ നിന്ന് പ്രൈസ് തിരിച്ചു പോകത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രൈസ് നമ്മൾ ഡിസ്കൗണ്ടിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കണം. ഈ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് അവിടെ നിന്നാണ് പ്രൈസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചു. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ലോവർ ടൈം കൺഫർമേഷൻ വേണം, അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് വേണം.
മാർക്കറ്റ് ഷിഫ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. 1 മിനിറ്റിൽ പോവുക. 1 മിനിറ്റ് പോയ ശേഷം ഇത്തരത്തിൽ അതായത് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതൊരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിലാണെന്ന് വെക്കുക. 50 മിനിറ്റ് ഇവിടം വരെ ഈ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്യുന്ന വരെ 50 മിനിറ്റ് ആണെന്ന് വെക്കുക. 50 മിനിറ്റിൽ നമ്മൾ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് 1 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ 1 മിനിറ്റിൽ ഇത്തരത്തിൽ പ്രൈസിങ് കാണാൻ സാധിക്കും. ഈ 1 മിനിറ്റിൽ ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി, ഈ ഒരു ഹൈ നമുക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി. ഈ മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ ശേഷം എന്താണ്, 5 മിനിറ്റിലോ എന്തെങ്കിലും പോയിട്ട് 1 മിനിറ്റിൽ തന്നെ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് 1 മിനിറ്റിൽ ഇതേപോലെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടും. ആ ഓർഡർ ബ്ലോക്ക് കിട്ടിയ ശേഷം ഇവിടെ നമ്മൾ പ്രൈസ് വന്ന് തിരിച്ച് നമ്മൾ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു. ടാർഗറ്റ് എങ്ങോട്ടാണ് വയ്ക്കേണ്ടത്? ടാർഗറ്റ് നമുക്ക് ഹൈ വയ്ക്കാം. ബുള്ളിഷ് മാർക്കറ്റ് എപ്പോഴും ഈ ഹൈ ആണ് സ്വീപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഹൈ കിട്ടി, ഇത്ര മാത്രമേ ഉള്ളൂ. മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ വന്ന ശേഷം മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഇത്തരത്തിൽ റിയൽ മാർക്കറ്റ് ഇത്തരത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഹയർ ഹൈ ക്രിയേറ്റ് ആയി പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണും. അതായത് മാർക്കറ്റ് ഇത്തരത്തിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഉണ്ടാക്കി വെക്കും. മിക്ക ആളുകളും ഈ ഒരു ലിക്വിഡിറ്റി മനസ്സിലാക്കാതെ അവിടെ പോയി ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്ക ആൾക്കാർക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബെയറിഷ് ആയിപ്പോയി. അവർ ഇൻറ്റേർണൽ ആയിട്ടുള്ള ബെയറിഷാണ് നോക്കുന്നത്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നോക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹൈയും ഈ ഒരു ലോ മാത്രമേ നോക്കിയാൽ മതി, ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് മാത്രമേ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒക്കെ ലിക്വിഡിറ്റി മാത്രമാണ്. മാർക്കറ്റ് ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് തിരിച്ചു പോകും. മനസ്സിലായോ? അപ്പം ഇവിടെ ഓർഡർ എടുക്കുന്നവർ മെയിനായിട്ട് ചെയ്യുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ പോയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കും. ഇത് മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടുപിടിച്ചു, മാർക്കറ്റ് ബുള്ളിഷാണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുക. ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രൈസ് ടാപ്പ് ചെയ്തു. പിന്നെ 1 മിനിറ്റിൽ പോവുക. 1 മിനിറ്റ് ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ചാർട്ടിൽ പോയിട്ട് ഇത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മിക്ക ആളുകളും വീണ്ടും പറയുന്ന കാര്യമാണ് മനസ്സിലായില്ല എന്ന്. അപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഇത്തരത്തിൽ മാർക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാവത്തില്ല. മാർക്കറ്റിൽ റിയൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോകും. ഇതാണ് ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. 50 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം പ്രൈസ് തിരിച്ച് വരുമെന്ന്. തിരിച്ച് നമ്മുടെ പ്രീമിയത്തിൽ വന്ന് മാർക്കറ്റ് ഇവിടെ ബെയറിഷാണ്. മാർക്കറ്റ് തിരിച്ച് പ്രീമിയത്തിൽ വന്ന ശേഷം മാത്രമേ തിരിച്ച് പോകത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്ത ശേഷം ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലാകും ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളെ കൊണ്ട് ഈ ക്യാൻഡിൽ പോലും ചലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അവരുടെ പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് കാണും. അതായത് പെൻഡിങ് ഓർഡേഴ്സ് കാണും. ആ പെൻഡിങ് ഓർഡർ സെലക്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. പിന്നെ നമുക്ക് FEG ഒരു ഓർഡർ ബ്ലോക്കിൽ ഉണ്ടായാൽ അത്രയും നല്ലത്. FEG എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ സ്മാർട്ട് മണി മൂവ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ പെൻഡിങ് ഓർഡേഴ്സ് കാണും. പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് FEG എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? മാർക്കറ്റ് അവർ അഗ്രസീവായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്ത സമയത്ത് അവർ പെൻഡിങ് ഓർഡേഴ്സ് കാണും. ആ പെൻഡിങ് ഓർഡേഴ്സ് അവർ ഫ്യൂച്ചറിലോ പിന്നെ എന്തെങ്കിലും കളക്ട് ചെയ്യാനായിട്ട് വരും. അവർ പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്ത് വീണ്ടും മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ നോക്കും. 50 മിനിറ്റിലോട്ട് വെച്ചാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. 50 മിനിറ്റ് 1 അവറിലൊക്കെ നമുക്ക് ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി, ഇവിടെ മാർക്കറ്റിന് ഇവിടെ കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഇവിടെ ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്.
കണ്ടില്ലേ? അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷനകത്ത് ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? ഈ വിക്കും ഫസ്റ്റ് ക്യാൻഡിലെ വിക്കും തേർഡ് ക്യാൻഡിലെ വിക്കും തമ്മിൽ ടച്ച് ചെയ്യത്തില്ലെങ്കിൽ അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോമായി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റിൻ്റെ എല്ലാ സൈഡിലും കാണാൻ സാധിക്കും. അതൊന്നും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് സെലക്ട് ചെയ്യാനായി പറ്റും. മനസ്സിലായില്ലേ? ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. കാരണം വെച്ചാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഓർഡർ ബ്ലോക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് പോകാം. നമ്മളെല്ലാം പോസിബിലിറ്റിയാണ് നമ്മൾ ട്രേഡിങ് നോക്കേണ്ടത്. ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. വേണമെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് 50 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ 1 ഹവറിലേക്ക് മാർക്കറ്റ് സ്വിച്ച് ചെയ്ത ശേഷം 1 ഹവറിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കാം. ഇതാണ് അവസാനത്തെ ഓർഡർ ബ്ലോക്ക്. ഈ ഗ്രീൻ ക്യാൻഡിലില്ലേ, അതായത് അവസാനത്തെ ബൈ ടു സെൽ ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, 1 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 1 ഹവറിൽ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. അത് 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. അതേപോലെ തന്നെ 1 മിനിറ്റിൽ നമ്മൾ നോക്കുക. 1 മിനിറ്റ് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 മിനിറ്റ് കിട്ടിയ ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? മാർക്കറ്റ് 1 മിനിറ്റിൽ പോവുക. അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്ത് വയ്ക്കുക. 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലോട്ട് പോവുക. 1 മിനിറ്റ് 3 മിനിറ്റ് പോയ ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 1 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റിലോ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടണം. ഓക്കെ, ഇവിടെ വന്നാണ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തത്. ഓക്കെ, ടാപ്പ് ചെയ്ത ശേഷം നമുക്കൊരു മാർക്കറ്റ് ഷിഫ്റ്റ് വേണം. ഇവിടെ നോക്കിയേ, ഇതാണ് ഹൈ. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. മാർക്കറ്റ് ഇവിടെ വരെ ബുള്ളിഷാണ്. ഇത് നോക്കിയേ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയാൽ മനസ്സിലാകും മാർക്കറ്റ് റിജക്ഷൻ നീക്കുന്നത്. അതായത് സ്മാർട്ട് മണി ഇവിടെ ഉള്ള ഓർഡേഴ്സ് അബ്സോർവ് ചെയ്യുകയാണ്. അതായത് ഇവിടെ മാർക്കറ്റ് നിരവധി ആളുകൾ ഈ ഒരു മാർക്കറ്റിനെ ഇത്തരത്തിൽ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് സ്മാർട്ട് മണി എന്ത് ചെയ്യും? ഇവിടെ വരുന്ന എത്രയും ഓർഡേഴ്സ് അവർ അബ്സോർവ് ചെയ്യും. ഇവിടെ എത്രയും ബൈ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ സെൽ ഓർഡറായിട്ട് അവർ അബ്സോർവ് ചെയ്യും. അവർ ആ ഓർഡർ അവരുടെ ഇഷ്ടംപോലെ പൈസ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്? മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി. അപ്പം മാർക്കറ്റ് മനസ്സിലായി നമുക്ക് മാർക്കറ്റ് ബെയർ ചെയ്യുന്നത്. നമ്മൾ 5 മിനിറ്റിലേക്ക് പോകുക. 5 മിനിറ്റിൽ പോയ ശേഷം അവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ അതേ സ്ഥലത്ത് നമുക്ക് ഓർഡർ സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മിക്ക സമയത്തും മാർക്കറ്റിന് തിരിച്ച് നമ്മൾ ഈ മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ സ്ഥലത്തേക്ക് മാർക്കറ്റ് വരാതിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇത്തരത്തിൽ ഇവിടെ നിന്നാണ് അവർ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകുന്നത്, മാർക്കറ്റിനെ അവരുടെ ദിശയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിട്ട് കാണും. ഈ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും. ഭയങ്കര ബില്യൺസ് ഓഫ് നഷ്ടങ്ങളായിരിക്കും അവരുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ മിക്ക സമയത്തും ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുത്തേയില്ല, മാർക്കറ്റിനെ അവർ സ്ഥലത്തേക്ക് കൊണ്ടുപോകത്തേയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ മിക്ക സമയത്തും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിന് എവിടെ നിന്നാണോ മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയത്, അത് ചെറിയ മാർക്കറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ ഞാൻ 5 മിനിറ്റിലോ 50 മിനിറ്റിലൊക്കെ പോയ ശേഷം ഓർഡർ ബ്ലോക്ക് നോക്കും. ഓർഡർ ബ്ലോക്ക് ഇല്ല എന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3 മിനിറ്റ് കാണിച്ചു തരാം.
എവിടെയാണോ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയത് അവിടെ ഞാൻ എന്ത് ചെയ്യും, ഓർഡർ പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ പ്രോഫിറ്റ് ഈ ഒരു ഹൈ വയ്ക്കുക. മാർക്കറ്റ് ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ഹൈ ആണ്, മാർക്കറ്റ് എങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എങ്ങോട്ട് വയ്ക്കാം. ഇത് നോക്കിയാൽ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കിയാൽ മനസ്സിലാവും, വലിയ ട്രേഡിംഗ് റേഞ്ചാണ്. ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്ത് ആ ഒരു ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ദിവസങ്ങളോളം വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് വേണമെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ വയ്ക്കാം. 50 മിനിറ്റ് നോക്കിയേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ. നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുമാത്രമാണെന്ന് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ചെറിയൊരു ട്രേഡിംഗ് റേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റ് നിങ്ങൾ ചെയ്യേണ്ട മിക്ക ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ രണ്ട് തരം സ്ട്രക്ചറുണ്ട്. അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചറുമുണ്ട്, എക്സ്റ്റേണൽ സ്ട്രക്ചറുമുണ്ട്. ഇൻറ്റേർണൽ മാർക്കറ്റ് പ്രീ ക്രിയേറ്റ് ആയിട്ട് നിറച്ചിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഞാൻ 50 മിനിറ്റ് ഹൈയും ലോയും മാർക്ക് ചെയ്ത് വയ്ക്കും. 50 മിനിറ്റ് ഹൈ കിട്ടി, 50 മിനിറ്റ് ലോ കിട്ടി. ഇതാണ് 50 മിനിറ്റ് ലോ. ഓക്കെ, 50 മിനിറ്റ് ഹൈയും ലോയും കിട്ടി. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഓർഡർ ബ്ലോക്ക് എങ്ങനെ വരയ്ക്കാം? ഓർഡർ ബ്ലോക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് 1 ഹവറിൽ പോവുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത അധികമായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 1 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ഉള്ളത്. മാർക്കറ്റ് ആ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്ത് ശേഷം ആണ് എൻ്റെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഡർ എടുക്കുന്നില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എന്താണ് വേണ്ടത്? മാർക്കറ്റ് ഷിഫ്റ്റ് വേണം. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മിക്ക ആളുകളും ചെയ്യുന്നത് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറില്ലേ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ വന്നിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കും. ഇതെല്ലാം ലിക്വിഡിറ്റി മാത്രമാണ്. മാർക്കറ്റ് തിരിച്ച് ഈ ലിക്വിഡിറ്റിയൊക്കെ സ്വീപ്പ് ചെയ്താണ് താഴേക്ക് പോകുന്നത്. ഓക്കെ, നിരവധി ആളുകൾ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ കാണും. മിക്ക ആളുകൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു, ഓ തിരിച്ച് മാർക്കറ്റ് ബുള്ളിഷായി. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി നോക്കിയേ, ട്രെൻഡ് ലൈൻ വഹിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഒരു മാർക്കറ്റിന് താഴെയായിട്ടാണ് ഉള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും ലിക്വിഡിറ്റിയാണ് അട്രാക്റ്റ് ചെയ്ത് പോകുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫാൻസി വേർഡാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പൈസയാണ് അർത്ഥമാക്കുന്നത്. മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും പണമുണ്ട്. പണം എവിടെയാണോ അധികമായിട്ടുള്ളത് അവിടേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മാർക്കറ്റ് ലിക്വിഡിറ്റി എവിടെയാണ് അധികമായിട്ടുള്ളത് അവിടേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലിക്വിഡിറ്റി ഇവിടെ നോക്കിയാൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, ട്രെൻഡ് ലൈന് വരച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് പണി കിട്ടും. അതായത് അവരൊക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. നോക്കിയാൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ഹൈയിലെല്ലാം മാർക്കറ്റ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു ഹൈ നോക്കിയേ, ഈ ഹൈയിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് എല്ലാ സ്ഥലത്തും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി എവിടെയാണോ അധികമായിട്ടുള്ളത് അവിടേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒരു കാന്തം മെറ്റലിനെ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ലിക്വിഡിറ്റി അട്രാക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി എങ്ങനെ നമുക്ക് സ്പോട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നോക്കിയാൽ ഈ ഒരു റേഞ്ചിങ് മാർക്കറ്റ് ഇത്തരത്തിൽ ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ ലിക്വിഡിറ്റി മാത്രമാണ്. ഈക്വൽ ഹൈ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മാർക്കറ്റ് കാണിച്ചു തരാം, സോറി, ഇത്തരത്തിൽ ഇതാണ് ഈക്വൽ ഹൈ. ഈ ഈക്വൽ ഹൈ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി മാത്രമാണ്. മിക്ക ആൾക്കാർക്ക് ഡബിൾ ബോട്ടം എന്നൊക്കെ പറയും. ഇത് ലിക്വിഡിറ്റിയാണ്. അപ്പം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റ് തിരിച്ചെന്ത് ചെയ്യും? മാർക്കറ്റിൽ അറിയാം സ്മാർട്ട് മണി എന്ത് ചെയ്യും?
ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. സ്വീപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് ഡയറക്ഷൻ പോകും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റിയെ പറ്റി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആണ്, അത് ചാനലിൽ ഉടനെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലിക്വിഡിറ്റി കോൺസെപ്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി എങ്ങനെ സ്പോട്ട് ചെയ്യാം, എന്തൊക്കെയാണ് ലിക്വിഡിറ്റിയെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റിയെ പറ്റി സെപ്പറേറ്റ് ഒരു കണ്ടൻറ്റാണ്, അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ വളരെ ലോങ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ എല്ലാം ബ്രേക്ക് ചെയ്ത് നോക്കി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. നോക്കിയേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ. ഇതൊരു വലിയ ട്രേഡിംഗ് റേഞ്ച് ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലുതായിട്ട് തോന്നുന്നത്. നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വരച്ച് മനസ്സിലാക്കുക. മാർക്കറ്റ് ഇത്തരത്തിൽ ഹയർ ഹൈസ് പോവുകയാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണും. ഇത്തരത്തിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് 50 മിനിറ്റ് അടയാളപ്പെടുത്തുക. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഇതാണ് നിങ്ങളുടെ ഹൈ, ട്രേഡിംഗ് റേഞ്ച് ഹൈ, ട്രേഡിംഗ് റേഞ്ച് ലോ. തിരിച്ച് മാർക്കറ്റ് വരികയാണ്. അപ്പോൾ മിക്ക ആൾക്കാരും പോയിട്ട് ഈ സൈഡിലൊക്കെ പോയി ട്രേഡ് ചെയ്യാനായിട്ട് നോക്കും. ഇവിടെയൊക്കെ പോയി ട്രേഡ് ചെയ്യും. മാർക്കറ്റ് ബെയറിഷായി. അതിനുശേഷം ഇത് ഇൻറ്റേർണൽ ബെയറിഷാണ്, അത് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഇൻറ്റേർണൽ ബെയർഷിപ്പ് ഞാൻ ട്രേഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോയി ഒരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ 1 മിനിറ്റ് ഷിഫ്റ്റ് ചെയ്ത ശേഷം 1 മിനിറ്റ് ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടി, മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ ശേഷം ഇവിടെ നമ്മൾ ഓർഡർ എടുക്കുന്നു, തിരിച്ച് ടാർഗറ്റ് ഹൈ വയ്ക്കുന്നു. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ബെയറിഷാണെന്നറിയാം. തിരിച്ച് ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ കണ്ടുപിടിച്ചാലോ ഈ ഒരു ഹൈയിൽ നിന്ന് നിങ്ങൾ സെല്ല് ചെയ്താൽ മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻറ്റേർണൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ പോയി ട്രേഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. 50 മിനിറ്റിൽ ട്രേഡിങ് റേഞ്ച് വരച്ച് മനസ്സിലാക്കുക. അതങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും ഒന്നും പഠിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് റേഞ്ച് വരച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ ഗൈസ്.